നിന്നോടൊന്നും ചൊല്ലില അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. അപ്പൊ ഞാന് വരികളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്, പാടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മലയാളത്തിൽ ഓരോ വാക്കുകളും നമുക്ക് ഒരു വാക്കിന് തന്നെ ഭാവം ജനിക്കുന്നതായി തോന്നുന്നു. നമ്മൾ ജയചന്ദ്രൻ നായകൻ പാടുന്ന കേൾക്കുമ്പോൾ. അപ്പൊ നമ്മൾ SPP ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ തമിഴിൽ ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ തമിഴിൽ ഒരുപാട് ഗാനങ്ങൾ പാടിയ ജയചന്ദ്രൻ എന്ന ഗായകന് മലയാളത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അത്രയും ഗാനങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു അഭിപ്രായമുണ്ട് നമ്മൾക്ക് പലർക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം SPP തമിഴിൽ പാടിയ അത്രയും ഗാനങ്ങൾ ജയചന്ദ്രൻ ഗായകൻ മലയാളത്തിൽ പാടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അത്രയും ഗാനങ്ങൾ കിട്ടാതെ പോയത്? തീർച്ചയായും എൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകൂടി പറയാം. കാരണം യേശുദാസിൻ്റെ ജയചന്ദ്രൻ്റെ കാലഘട്ടം ഒരു 80 വരെ പഴയ മാസ്റ്റേഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാർ വന്നപ്പോൾ ഈ സംഗീത സംവിധായകരല്ല പാട്ടുകാർ തീരുമാനിക്കുന്നത്, അതിൻ്റെ സിനിമയുടെ സംവിധായകരും നിർമ്മാതാക്കളുമാണ് തീരുമാനിക്കുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ദേവരായൻ മാസ്റ്റർ പറയും ഇന്ന ആൾ പാടണം എന്ന് പറഞ്ഞാൽ പാടിയേ പറ്റൂ. ഉദാഹരണത്തിന് പൂവും പ്രസാദവും ആ പാട്ട് മാറ്റണം എന്ന് പറഞ്ഞു ആര്? സേതുമാധവൻ, സംഗീത സംവിധായകൻ. അപ്പോൾ ദേവരായ മാസ്റ്റർ പറഞ്ഞു അത് ആരാ അഭിനയിക്കുന്നത്? സത്യനാണ്. അന്ന് അയാൾ മാറ്റിയിട്ട് മധുവിനെ ഇടൂ, എങ്ങനെ പാട്ട് മാറ്റാൻ തുടങ്ങി. അപ്പം അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം അന്നത്തെ സംഗീത സംവിധായകർക്കുണ്ടായിരുന്നു. ഇപ്പം അതില്ല. അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് 80 കഴിഞ്ഞപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളനുസരിച്ചിട്ട് വന്ന ട്രെൻഡ് ഇൻഡസ്ട്രി ഒന്ന് ചേഞ്ചാണ് അദ്ദേഹത്തിന് മലയാളത്തിൽ പാട്ടുകൾ പറയാൻ കാരണം.